ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന് വൻ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. ആകെ നടന്ന 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് NDA സഖ്യത്തിന് വിജയിക്കാനായത് വെറും 2 സീറ്റിൽ മാത്രമാണ്. ബീഹാറിലെ റുബോയിലി മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ നിലവിലുള്ള MLA JDU BJP സഖ്യത്തിൻ്റെ JDUവിൻ്റെ MLA ആയിരുന്നു. അവിടെ ഇപ്പോൾ വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ബീഹാറിലെ പാലങ്ങൾ തകർന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വൻ വിജയം കരസ്ഥമാക്കിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് 67,782 വോട്ട്. BJP NDAയുടെ സ്ഥാനാർത്ഥി നേടിയത് 59,578 വോട്ടും. 8,204 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചത്. ഹിമാചൽ പ്രദേശിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 3-ൽ 2 സീറ്റും നേടിയത് കോൺഗ്രസ് ആണ്. 9,399 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൂടിയായ കമലേഷ് ഠാക്കൂർ വിജയിച്ചത്. ഹിമാചൽ പ്രദേശിൽ തന്നെ രണ്ടാമത്തെ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത് 8,990 വോട്ടിലാണ്. കോൺഗ്രസിൻ്റെ ഹർദീപ് സിംഗ് ആണ് അവിടെ വിജയിച്ചത്. മൂന്നാമത്തെ മണ്ഡലത്തിൽ വിജയിച്ചത് BJPയുടെ ആശിഷ് ശർമ്മയാണ്. വെറും 1,571 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആശിഷ് ശർമ്മ വിജയിച്ചത്. BJPയുടെ ഹിമാചലിലെ ഏക സീറ്റാണ്. ഒരു സീറ്റിലേക്കാണ് പഞ്ചാബിൽ ഇലക്ഷൻ നടന്നത്. അതിൽ ആം ആദ്മി പാർട്ടി 37,325 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ആപ്പിൻ്റെ സ്ഥാനാർത്ഥി മൊത്തം നേടിയ വോട്ട് 55,246 BJPയുടെ സ്ഥാനാർത്ഥിയാകട്ടെ വെറും 17,921 വോട്ടാണ് ആകെ നേടിയത്. തമിഴ്നാട്ടിലും ഒരു മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ ഘടകം DMK ആണ് വിജയിച്ചത്. 65,199 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അവിടെ BJP സഖ്യമായി മത്സരിച്ചത് പാട്ടാളി മക്കൾ കക്ഷിയാണ്. അവിടെ അണ്ണാ DMK മത്സരിച്ചിരുന്നില്ല. അവിടെ NDA സഖ്യത്തിന് പകുതി പോലും വോട്ട് നേടാനായിട്ടില്ല. ഉത്തരാഖണ്ഡിൽ 2 സീറ്റിലേക്കാണ് അവിടെ മത്സരം നടന്നത്. 2-ൽ 2 സീറ്റും കോൺഗ്രസ്സാണ് നേടിയത്. അവിടെ ബദ്രിനാഥിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ്. 5,224 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബദ്രിനാഥിൽ കോൺഗ്രസ് വിജയിച്ചത്. അയോധ്യയ്ക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിൻ്റെ മിന്നും വിജയമാണ് ബദ്രിനാഥിൽ ഉണ്ടായത്. ഉത്തരാഖണ്ഡിലെ രണ്ടാമത്തെ സീറ്റിൽ 422 വോട്ടിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ കോൺഗ്രസ് മുന്നേറിയത്. കോൺഗ്രസിൻ്റെ ഗാസി മുഹമ്മദ് നിസാമുദ്ദീനാണ് വിജയിച്ചത് 422 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. പശ്ചിമ ബംഗാളിൽ 4 സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 4-ൽ 4ഉം വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ്. നിലവിൽ അവിടെ ഒരു സീറ്റ് മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. ബാക്കി 3ഉം BJPയുടെ കയ്യിലായിരുന്നു. 3 പേര് രാജിവെച്ച് തൃണമൂൽ ചേർന്നതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. TMC റായ്ഗഞ്ച് മണ്ഡലത്തിൽ വിജയിച്ചത് 50,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJPയെ തോൽപ്പിച്ചത്. റാണാഘാട്ട് സൗത്തിൽ TMC വിജയിച്ചത് 39,048 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥിയെ TMC സ്ഥാനാർത്ഥി തോൽപ്പിച്ചത്. ബഗ്ദ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചത് 33,456 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. മണിക്തലയിലാകട്ടെ 55,101 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. TMC പരാജയപ്പെടുത്തിയത്. BJP വിജയിച്ച രണ്ടാമത്തെ സീറ്റ് മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശിൽ വെറും 3,027 വോട്ടിനാണ് കോൺഗ്രസിനെ അവിടെ BJP പരാജയപ്പെടുത്തിയത്. ആകെ 2 സീറ്റിലാണ് BJPക്ക് വിജയിക്കാനായത്. ബീഹാറിലെ ഒരു സീറ്റിൽ സ്വതന്ത്രനും മറ്റെല്ലായിടത്തും ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളുമാണ് വിജയിച്ചത്.